ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കേക്ക് ഡെക്കറേഷൻസ് കാണാം, അതുപോലെ മോൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ 6-ാം തീയതി ആയിരുന്നു കേട്ടോ മോൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ. അപ്പോൾ ഒരു 2 കേക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സ്പോഞ്ചൊക്കെ 5-ാം തീയതി ഒരു വൈകുന്നേരം ആയപ്പോൾ തന്നെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. കൂടാതെ 6-ാം തീയതിക്ക് ഒരു 2 kg വാൻ സ്ട്രോ കേക്കിൻ്റെ ഓർഡർ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കൂടിയുള്ള സ്പോഞ്ച് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ രാത്രിയിലായിരുന്നു കേക്ക് ഐസിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ വാൻ സ്ട്രോ കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ വാൻ സ്ട്രോ കേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, വാനിലയും സ്ട്രോബെറി മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലേവർ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ബേസ് ലെയർ വാനിലയാണ് കൊടുത്തിട്ടുള്ളത്, സെക്കൻഡ് ലെയർ സ്ട്രോബെറി കേക്ക് കേട്ടോ. പിന്നെ ടോപ്പിൽ വീണ്ടും വാനില കേക്ക്, അങ്ങനെയാണ് ഈ ഒരു കേക്ക് ഐസിങ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ കേക്ക് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത കേക്ക് മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു കേക്കാണ്. 1 kg വന്നിട്ടുള്ളൊരു ടോൾ കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ കൊടുത്തിട്ടുള്ളത് നട്ടി ബബിളാണ് കേട്ടോ. അപ്പോൾ സാധാരണ നട്ടി ബബിൾ കൊടുക്കണ പോലെ ചോക്കോ ചിപ്സ് ഒന്നും ഇട്ടിട്ടില്ല, അതൊന്നും കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ലെയറിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ് കൊടുത്താലും മതി കേട്ടോ. ഗണേഷും പിന്നെ ചോപ്പ് ചെയ്തിട്ടുള്ള കാഷ്യൂ നട്ട്സ് ആൽമണ്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബൂസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ലെയറായിട്ട് കേക്ക് ഐസിങ് ചെയ്തെടുത്തു. അപ്പം ഈ ഒരു കേക്ക് 1 kg ചെയ്തിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ 6 ഇഞ്ചിലാണ് കേട്ടോ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 6 ലെയറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു കേക്കും ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ചോക്കോഫി കേക്കായിരുന്നു ഐസിങ് ചെയ്യാനുണ്ടായിരുന്നത്. ഇത് 2 ടയർ കേക്കിൽ ചെയ്യാനുണ്ടായിരുന്ന ഒരു കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു കേക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കുഞ്ഞി കേക്ക് കൂടി ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കേക്കും കൂടെ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഫൈനൽ കോട്ട് കൂടി രാത്രിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് അടുത്ത ദിവസം രാവിലെ, അപ്പോൾ രാവിലെ നേരത്തെ തന്നെ ഈ ഒരു വാൻ സ്ട്രോ കേക്കിൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ടോപ്പിൽ ഗണേശയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്, വൈറ്റ് ചോക്ലേറ്റ് ഗണേശയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫോണ്ടൻറ്റ് കട്ട് ചെയ്തിട്ട് അതിലാണ് പേരെഴുതിയിട്ടുള്ളത്. അങ്ങനെ രാവിലെ ഒരു 10:30 ആയപ്പോഴേക്കും മോനെ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മോനക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് കുളിപ്പിച്ചതിന് ശേഷം ഫോട്ടോ എടുക്കാനായിട്ട് നിർത്തിക്കുകയാണ് കേട്ടോ. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവനൊരു ഫോട്ടോക്ക് പോലും പോസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടതിന് ശേഷം ഒരു വിധത്തിലൊരു 3-4 നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉച്ചക്കുള്ള ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മോൻ്റെ കൂടെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫോട്ടോസ് എടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കേക്ക് കട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു കേക്ക് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ മമ്മിയും കുട്ടികളൊക്കെ ചോറുന്നാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് കേക്ക് കട്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഏതായാലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് റീലെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയുള്ള ദിവസം ആയതുകൊണ്ട് പിന്നെ ആ ഒരു ലൈറ്റുള്ള ടൈമിൽ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഭാഗ്യത്തിന് നമ്മൾ ഒരു ഫോട്ടോ എടുക്കുന്ന ടൈമിൽ അത്യാവശ്യം ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ നല്ല മഴയായിരുന്നു. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേൻ്റെ 2 കേക്കിൽ ഫസ്റ്റ് കേക്ക് ഇതാണ് കേട്ടോ. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ മേക്കിംഗ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ. രണ്ടാമത്തെ കേക്ക് സ്പൈഡർമാൻ കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ മോനിങ്ങനെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. കേക്ക് തൊടുന്നൊന്നുമില്ല, അവനക്ക് അറിയാം കേട്ടോ കേക്ക് തൊടാൻ പാടില്ല എന്നൊക്കെ. അങ്ങനെ കേടുവരുത്തൊന്നുമില്ല, എപ്പോഴും കേക്ക് കാണുന്നതല്ലേ. അപ്പോൾ ഫൈനലി കേക്ക് ഇനി കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ.
അപ്പോൾ സാധാരണ മോന് രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഉച്ചക്കൊരു ഉറക്കമുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഉച്ചക്കൊന്നും ഉറങ്ങാനായിട്ട് പറ്റിയിട്ടില്ല. ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ. ആൾക്ക് നല്ലോണം ഉറക്കം വരുന്നുണ്ടെങ്കിലും അവന് കേക്ക് കട്ട് ചെയ്യാന്നുള്ള ഒരു ഇൻട്രസ്റ്റിൽ ഇങ്ങനെ നല്ല സമാധാനമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. മോളൊക്കെ രണ്ടാമത്തെ ബർത്ത്ഡേക്കൊക്കെ നല്ല കരച്ചിലായിരുന്നു. മര്യാദക്ക് കേക്കൊന്നും കട്ട് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇവനക്ക് എല്ലാവരും കട്ട് ചെയ്ത് കൊടുത്ത കേക്ക് അവന് മുഴുവനായിട്ടും കഴിച്ചു കേട്ടോ. അപ്പോൾ ആണ് മനസ്സിലായത് മോനിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാനങ്ങനെ കേക്ക് കൊടുക്കാറില്ല കേട്ടോ. ഇതിനിപ്പോൾ ക്രീമും കേക്കൊക്കെ മധുരം വെച്ചിട്ട് അങ്ങനെ കൊടുക്കാറൊന്നുമില്ലായിരുന്നു. അപ്പോൾ ആൾ ഈ ഒരു അവസരം എന്തായാലും മുതലാക്കി എല്ലാവരും കട്ട് ചെയ്ത് കൊടുത്തത് അത് മുഴുവനായിട്ട് ആ ക്രീമോട് കൂടി തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു ചെറിയ കേക്ക് ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും അതൊന്ന് കട്ട് ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ അതാ മക്കൾ രണ്ടുപേരും അത് കട്ട് ചെയ്യാനായിട്ട് കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാദ്യം കേക്ക് കട്ട് ചെയ്ത് മോനക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞപ്പോൾ അതാദ്യമാണ് പിണങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഏതായാലും സാറ് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആൾ കേക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ തിരിച്ച് വന്നിട്ട് അത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്